എന്തിനാണുള്ള പാവാടയും പാന്റീസും ഡ്രസ്സൊക്കെ ബാഗിലാക്കി വെക്കണേ സൈനു? ടൂർ പോവുകയാണോ? എന്നെയും കൊണ്ടുപോകുവോ? ഇക്ക നാളെ ഗൾഫിൽ നിന്ന് വരും. ഇതൊന്നും ഇടാൻ പോലും സമയം തരില്ല. ഒരു മാസത്തേക്ക് എടുത്തു വെക്കാന്ന് കരുതി. ഹായ് ഗൈസ്, ഒരു അപ്പൂപ്പൻ തന്റെ കൊച്ചുമകളാകാൻ പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെ അടുത്ത് വഷളത്തരം പറയുന്ന കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അതേമാതിരി രണ്ട് പെൺകുട്ടികൾ ചേർന്ന് സ്വന്തം ശരീരത്തെയോ അല്ലെങ്കിൽ അതിലെ അവയവങ്ങളെയോ തെറ്റായ രീതിയിൽ ആളുകൾക്ക് മുമ്പിലോട്ട് മറ്റ് പല സാധനങ്ങൾ, പ്രകൃതിയിലെ സാധനങ്ങളായിട്ടും ഭക്ഷണ സാധനങ്ങളായിട്ടും ഉപമിച്ചിട്ട് നാലാളുകൾക്ക് എത്തിക്കുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സോഷ്യൽ മീഡിയക്കകത്ത് ഇപ്പം അടുത്ത് ഞാൻ 2-3 വീഡിയോസ് അത്തരത്തിൽ കാണാനിടയായി. ഞാൻ ആ വീഡിയോസ് കൂടുതലായിട്ട് ഇവിടെ പ്ലേ ചെയ്യില്ല. അതിൽ നിന്ന് കണ്ട സമയത്ത് എനിക്ക് ഒരു കാര്യം പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു. പണ്ട് റീച്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതിരുന്ന ഒരു ചാനലിനകത്ത് പെട്ടെന്ന് റീച്ച് കയറി ആ ചാനൽ 10 ദിവസം കൊണ്ട് മോണിറ്റൈസ് ആയി എന്ന് മനസ്സിലായി. ഒരു ചാനൽ 10 ദിവസം കൊണ്ട് മോണിറ്റൈസ് ആവണമെന്നുണ്ടെങ്കിൽ അതിൽ എത്രത്തോളം വ്യൂ കയറിയിട്ടുണ്ടാവും എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഒരു ചാനൽ മോണിറ്റൈസ് ആവാൻ വേണ്ട ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 4000 വാച്ച് അവറും 1000 സബ്സ്ക്രൈബേഴ്സുമാണ്. അപ്പം ചുരുങ്ങിയ ദിവസം കൊണ്ട്, അതും കുറച്ച് വീഡിയോസും ഉണ്ട്, അത് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർ എത്തരത്തിലെ കണ്ടന്റ് ആയിരിക്കും ഇടുന്നുണ്ടായിരിക്കുക, എങ്ങനെയുള്ള കണ്ടന്റ് ആയിരിക്കും അവർ ഇടുന്നുണ്ടായിരിക്കുക. അത് ആളുകൾ ചൂസ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ആൾക്കാരുടെ ഇംപ്രഷൻ, ലൈക്ക് എങ്ങനെയായിരിക്കും എന്നൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഞാൻ പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല, ഒരു ചാനലിനകത്ത് ഒരുപാട് AI ക്രിയേറ്റഡ് വീഡിയോസ് കാണാനിടയായി. അതിനകത്ത് നമ്മുടെ സൊസൈറ്റിയിൽ, മലയാളത്തിലാണ്, നമ്മുടെ സൊസൈറ്റിയിൽ മുത്തശ്ശനും കൊച്ചുമോളുടെ പ്രായമുള്ള ആൾക്കാർ, 2 സ്ത്രീകൾ, പിന്നെ ഓരോ മതചിഹ്നങ്ങൾ, മുസ്ലിം സ്ത്രീകൾ, ഹിന്ദു സ്ത്രീകൾ, ക്രിസ്ത്യാനി സ്ത്രീകൾ, അവരുടെ മതചിഹ്നങ്ങളും തട്ടവും എല്ലാം ഇട്ടുകൊണ്ട് എന്ത് ചെയ്യാണ്, വഷളത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരു വഷളത്തരം ഞാനിവിടെ വെച്ചേക്കാം, നിങ്ങളൊന്ന് കേട്ടു കേട്ടോ. പറമ്പിലേക്ക് വന്നേ? വെറുതെ വന്നതാ ചേട്ടാ. മോളുടെ പറമ്പ് ആകെ കാട് പിടിച്ചല്ലോ. മാസത്തിലൊരിക്കൽ കാട് വെട്ടി വൃത്തിയാക്കിക്കൂടെ? പറമ്പില് നല്ല നനവുള്ളതുകൊണ്ട് പെട്ടെന്ന് കാട് പിടിക്കും. ചേട്ടൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് കാട് വെട്ടി വൃത്തിയാക്കാത്തത്. ചേട്ടൻ വന്നിട്ട് കിഴങ്ങും വഴുതനങ്ങയും വെണ്ടയും നടും. മോളുടെ ചേട്ടൻ വരുന്നവരെ ഞാൻ കൃഷി ചെയ്തോട്ടെ. വേറെ ആരും കൃഷി ചെയ്യുന്നത് ചേട്ടൻ ഇഷ്ടമല്ല. ഈ ഒരു സാധനം ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും നമ്മുടെ മൈൻഡിന്റെ പ്രശ്നമാണ്, നമ്മൾ കേൾക്കുന്നതെല്ലാം ഡബിൾ മീനിങ്ങിലാണ് എടുക്കുന്നത് എന്ന് നമ്മൾ തന്നെ വിചാരിക്കും. പക്ഷേ ഈ ഒരു ഓഡിയോന്റെ വീഡിയോയും കൂടെ അതിന്റെ കൂടെ ചേരുന്ന സമയത്ത് നമ്മുടെ ചിന്തയ്ക്കല്ല പ്രശ്നം, വീഡിയോ ക്രിയേറ്റ് ചെയ്ത ആ ചിന്തയ്ക്കും ആ വീഡിയോയ്ക്കും ആണ് പ്രശ്നമെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഞാൻ ആ വീഡിയോ ആരതാന്നോ, എവിടെ നിന്നാണ് എടുത്തതെന്നോ പേരോ കാര്യങ്ങളോ ഒന്നും ഞാൻ വെക്കാതിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇനി ഞാനത് കാണിച്ചിട്ട് നിങ്ങളെല്ലാം കൂടെ പോയിട്ട് അത് സെർച്ച് ചെയ്ത് കുറച്ച് വ്യൂസ് അതിനകത്ത് കയറ്റി കൊടുത്ത് പിന്നെ നാളെ നിങ്ങളുടെ സജഷനിൽ അത് വന്ന് നിങ്ങളത് സ്ഥിരമായി കാണാൻ തുടങ്ങി, എന്തിനാണ് നിങ്ങളും ആ ഒരു വഷളത്തരത്തിൽ പങ്കാളികളാവുന്നത് എന്ന് കരുതിയിട്ടാണ്. ഈ യൂട്യൂബ് എന്ന് പറയുന്ന സാധനം 5ാം ക്ലാസ് മുതലുള്ള കുട്ടികൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നവരുണ്ട്, ഗെയിം കാണാൻ വേണ്ടി ഉപയോഗിക്കുന്നവരുണ്ട്, കാർട്ടൂൺ കാണാൻ വേണ്ടി ഉപയോഗിക്കുന്നവരുണ്ട്. ഇപ്പം അധിക പിള്ളേരും AI ക്രിയേറ്റഡ് വീഡിയോസ് തന്നെയാണ് കാർട്ടൂണായിട്ടും അല്ലാണ്ടും ഒക്കെ കാണുന്നത്. ഇപ്പം എൻ്റെ വീട്ടിലും കൊച്ചുങ്ങളുണ്ട്, അവരുടെ കയ്യിൽ ഫോൺ കൊടുക്കുന്ന സമയത്ത് സജഷനിൽ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് പല വീഡിയോസും കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മൊബൈൽ ഫോണോ കാര്യങ്ങളൊന്നും മക്കളുടെ കൈ കൊടുക്കാറില്ല, എന്നോട് മൊബൈൽ ഫോൺ ചോദിക്കാറുമില്ല. മാക്സിമം കുട്ടികളുടെ അടുത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി വെക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഈ വീഡിയോയിൽ കേട്ട പോലെ തന്നെ പ്രകൃതിയിലെ പല സാധനങ്ങളുമായിട്ട് ഒരു സ്ത്രീയുടെ ശരീരം ഉപയോഗിച്ചിട്ട് അത് തെറ്റായ രീതിയിൽ ആൾക്കാരിലേക്ക് ചിന്തിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇത് കേൾക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുമോ പറമ്പൊക്കെ അല്ലേ, കാടൊക്കെ വെട്ടി വൃത്തിയാക്കി ഒരാൾ കൃഷി ചെയ്യാനല്ലേ ചോദിക്കുന്നത്. പക്ഷെ ആ ഒരു വീഡിയോയും അതിലെ അവരുടെ ആംഗ്യങ്ങളും സംസാര ശൈലികളും നിപ്പും ഭാവും പ്ലസ് അതിൻ്റെ കൂടെ തന്നെ ആ ഒരു പ്രൊഫൈലിനകത്ത് ബാക്കി വീഡിയോസും കൂടെ കാണുന്ന സമയത്ത് നമുക്ക് കാര്യം കത്തും ഇത് വേറെ എന്തോ ആണ് എന്ന്. അവിടെ കൂടുതൽ ആശ്ചര്യപ്പെടുത്തുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതിൽ കമൻ്റ് ഇടുക, എന്നിട്ട് ഇത് കണ്ടിട്ട് ഇത് കാണാൻ വേണ്ടി തന്നെ ഒരുപാട് പേര് ആ ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്യുക. അത് കണ്ട സമയത്ത് നമ്മുടെ സൊസൈറ്റിയിൽ ഉള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കാനുള്ള ആ ഒരു ത്വര എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. ഇങ്ങനെയുള്ളൊരു സാധനം കാണുന്ന സമയത്ത് നമ്മളത് ശ്രദ്ധിക്കാതിരുന്നാൽ തന്നെ അങ്ങനെയുള്ള ആളുകൾ വീണ്ടും വീണ്ടും ഈ ഒരു സാധനം പോസ്റ്റ് ചെയ്യില്ല. പക്ഷേ നമുക്ക് എന്ത് വേണം, നമുക്കത് കേൾക്കണം, നമുക്കത് കേട്ട് ആസ്വദിക്കണം. അവരെന്താ ചെയ്യുന്നത്, അവർക്ക് ഈ ഒരു AI എന്ന് പറയുന്ന ഈ ഒരു സാധനം ഉപയോഗിച്ചിട്ട് വേറെ എന്തെല്ലാം യൂസ്ഫുൾ ആയ കാര്യങ്ങൾ സ്ത്രീകളെ വെച്ച് ചെയ്യാം. സ്ത്രീകൾ അച്ചീവ് ചെയ്യുന്ന കാര്യങ്ങളാവട്ടെ, വർക്ക് ചെയ്യുന്ന കാര്യങ്ങളാവട്ടെ, അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളാവട്ടെ, വേറെ എക്സെട്ര 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 എന്ത് വേണമെങ്കിലും സ്ത്രീകളെക്കുറിച്ച് എന്തോരം നല്ല നല്ല കാര്യങ്ങളും സമൂഹത്തിന് മുമ്പിലോട്ട് എത്തിക്കാം. പക്ഷേ അതൊരു ടൂളായിട്ട്, ഒരു ടോയ് ആയിട്ട് ഒരു പുരുഷൻ ഒരു സ്ത്രീനെ എത്രത്തോളം വഷളത്തരത്തോടെ നോക്കാം, കാണാം, സംസാരിക്കാം, അവളുടെ സ്ത്രീ ശരീരത്തെ എത്രത്തോളം വികൃതമായി വർണ്ണിക്കാം, ഈ വക കാര്യങ്ങളെല്ലാം തന്നെ അത്തരത്തിൽ AI എന്ന് പറയുന്ന ആ ഒരു സംഭവം ഉപയോഗിച്ചിട്ട് അവർ സൊസൈറ്റിയിൽ എത്തിച്ചിട്ട് മറ്റുള്ള ആൾക്കാരുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ട സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ വളരെയധികം വിഷമം തോന്നി. ഞാനൊരു സ്ത്രീയാണ്, നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളൊക്കെ നമുക്ക് എത്രത്തോളം പ്രഷ്യസ് ആണ്, അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് മാത്രമല്ല എന്തൊക്കെ കർത്തവ്യങ്ങൾ വഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തർക്ക് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും. അപ്പം അത്രയും പ്രഷ്യസ് ആയിട്ട് കൊണ്ടു നടക്കേണ്ട കാണേണ്ട ചില സാധനങ്ങളെ തന്നെ ഇവർ വളരെയധികം വൃത്തികേടായിട്ട് സൊസൈറ്റിയിൽ ആൾക്കാരുടെ മുമ്പിൽ എത്തിക്കുക, അത് കണ്ടിട്ട് ആൾക്കാർ ലൈക്ക് ചെയ്യുക, അതിന് കമൻറ്റ് ചെയ്യുക, അതിനെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് അത് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ മനസ്സിൻ്റെ വൈകൃതങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു ശരീരത്തിൽ ഒരവയവത്തിന്
അതിൻ്റെതായ ധർമ്മങ്ങളുണ്ട് ഇല്ലേ? അത് സ്ത്രീൻ്റെതും പുരുഷൻ്റെതും അങ്ങനെ തന്നെയാണ്. പക്ഷെ സ്ത്രീകളുടേത് മാത്രം എടുത്തു വെച്ചിട്ട് അതൊരു ടോയ് കണക്കനെ, ഒരു ടൂള് കണക്കനെ ഇങ്ങനെ പ്രദർശിപ്പിക്കുന്നത് ശരിയാണോ? നിങ്ങൾ തന്നെ ഒന്ന് പറയും. നിങ്ങൾ റാൻഡംലി എപ്പോഴെങ്കിലും അത്തരത്തിലുള്ള വീഡിയോസോ കാര്യങ്ങളോ കാണാൻ ഇടയാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് സ്വയം പരിശോധിച്ച് നോക്കുക. നമ്മുടെ വീട്ടിലും സ്ത്രീകളുണ്ട്, അമ്മയുണ്ട്, പെങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്. ഈ ഒരു വീഡിയോ കണ്ടിട്ട് ആ ഒരു വീഡിയോ മനസ്സിൽ വെച്ചുകൊണ്ട് നാളെ നമ്മൾ അമ്മേൻ്റെയോ പെങ്ങളെയോ മുഖത്തേക്ക് നോക്കുന്ന സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് നാണം തോന്നൂലേ? ഇത് ക്രിയേറ്റ് ചെയ്ത ആളോടെ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇറക്കി വിടുന്ന ഇത് നാണം തോന്നുന്നില്ലേ? അവരെ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. കാണാൻ ആൾക്കാരുള്ള സമയത്ത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇറക്കി വിടും. പണ്ട് യൂട്യൂബിനകത്തൊന്നും ഇത്തരത്തിലുള്ള സാധനങ്ങളൊന്നും ഇത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക് എൻ്റെ കണ്ണിൽ എൻ്റെ ശ്രദ്ധയിലോ പെട്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ അതിന് ശേഷം അത്തരത്തിലുള്ള കാര്യങ്ങളും യൂട്യൂബിനകത്ത് ഇടം നേടി തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങളൊക്കെ എത്രത്തോളം ചിന്തിപ്പിച്ചു എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട് ആ ഒരു വീഡിയോ കണ്ട സമയത്ത്. ആ ഒരു ചാനലിനകത്ത് ആദ്യം പ്രകൃതി രമണീയമായി പറ്റിയ പല സംഭവങ്ങളൊക്കെയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നെ അതിന് റീച്ച് ഇല്ല, വ്യൂ ഇല്ല, ആരും കാണാനില്ല എന്ന് കണ്ട സമയത്ത് പുള്ളിക്കാരന് അല്ലെങ്കിൽ പുള്ളിക്കാരിക്കോ തോന്നിയ ഒരു ഐഡിയ ആണ് ഇങ്ങനെ ചെയ്ത് നോക്കാമെന്ന്. അപ്പോൾ അത് ചെയ്ത് നോക്കിയ സമയത്ത് അതിനൊക്കെ 2 മില്യൺ വ്യൂ, 3 മില്യൺ വ്യൂ, അങ്ങനെ മില്യൺ കണക്കിന് വ്യൂസും കാര്യങ്ങളും ഇഷ്ടംപോലെ സബ്സ്ക്രൈബേഴ്സൊക്കെ കിട്ടാൻ തുടങ്ങിയപ്പോൾ അതങ്ങ് ഹരം പിടിച്ചു. അപ്പോൾ പിന്നെ സ്ഥിരമായി ഇത് തന്നെ ചെയ്തേക്കാം എന്ന് കരുതി അവരങ്ങനെയുള്ള ഓരോ സാധനങ്ങൾ സ്ത്രീയുടെ ശരീരത്തിനെ കുറിച്ചിട്ട് വർണ്ണിക്കാൻ തുടങ്ങി, പ്രകൃതിയെ വെച്ച് ഉപമിക്കാൻ തുടങ്ങി, അതിൽ ഡബിൾ മീനിങ് കണ്ടെത്താൻ തുടങ്ങി. അത് കണ്ട് ആളുകൾ അതിനൊക്കെ ആസ്വദിക്കാൻ തുടങ്ങി, ഏറ്റെടുക്കാൻ തുടങ്ങി. ഇപ്പോൾ അവരുടെ ചാനൽ രക്ഷപ്പെട്ടു, 10 ദിവസം കൊണ്ട് മോണിറ്റൈസ്ഡായി. ഇപ്പോൾ വരുമാനം കിട്ടാൻ തുടങ്ങിയൊന്നും അറിയത്തില്ല. അങ്ങനെ അയാൾ കഴിച്ചിലായിപ്പോയി. ഇങ്ങനെയുള്ള വീഡിയോസ് കൊണ്ട് സമൂഹത്തിനും അത് കാണുന്ന ആൾക്കാർക്കും എന്താണ് ഗുണം എന്നുള്ളത് എനിക്കറിയത്തില്ല. അതൊരു ചോദ്യചിഹ്നം മാത്രമാണ്. ഉത്തരം നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങൾ മറക്കാണ്ട് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ